Welcome to BSc Main Physics. And this is Paper 3 Electronics, Unit 4 Power Amplifiers. And Semester 5 class, Even Harmonics in a Push-Pull Amplifier. This is the 40th lecture. Even Harmonics in a Push-Pull Amplifier. And this is the last class in the chapter Power Amplifiers. Next chapter is Feedback Circuit and Oscillators. So, in the power amplifier unit, we see as the last lecture this even harmonics in a push-pull amplifier. Even harmonics in a push-pull amplifier. And I will give it as a question answer model about this even harmonics. A 2-mark question, short answer question. This is a question. Show that even harmonics are absent in a push-pull amplifier. Show that even harmonics are absent in push-pull amplifier. Push-pull amplifier even harmonics absent ആയിരിക്കും തെളിയിക്കുക അല്ലെങ്കിൽ പറയുക കാണിക്കുക. In a push-pull amplifier, even harmonics are absent, so the distortion is very much reduced. This can be explained as follows. ഒരു push-pull amplifierൽ even harmonics absent ആണ്, അതുകൊണ്ട് distortion വളരെ കുറവായിരിക്കും, റെഡ്യൂസ് ചെയ്യും. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ വ്യത്യാസം, മാറ്റം, അത് കാര്യമായിട്ട് കുറയും പുഷ്-പുൾ ആംപ്ലിഫയറിൽ. കാരണം യുവൻ ഹാർമോണിക്സ് ഉണ്ടാകില്ല. അതെങ്ങനെയാണ് യുവൻ ഹാർമോണിക്സ് ആബ്സെൻ്റ് ആകുന്നത്, അതാണ് ഇവിടെ എക്സ്പ്ലനേഷൻ. യു സി ഇൻ എ പുഷ്-പുൾ ആംപ്ലിഫയർ during a complete cycle, two electricals are produced. They are sinusoidal waves and can be represented. IC1 is equal to A0 plus A1 sin omega t plus A2 sin 2 omega t. ഒരു ഒമേഗ ചേർക്കണം. A2 sin 2 omega t plus A3 sin 3 omega t plus etc. ഇതാണ് IC1 കറണ്ടിൻ്റെ ഇക്വേഷൻ. പ്ലസ് ഇസെറ്റായും ചേർക്കണം. IC1 is equal to A0 plus A1 sin omega t plus A2 sin 2 omega t plus A3 sin 3 omega t plus etc. And IC2 to be write as A0 plus A1 sin omega t plus pi. ഒരു ഫേസ് റിവേഴ്സൽ കൊടുക്കുകയാണ് നമ്മൾ. A2 sin 2 omega t plus pi plus A3 sin 3 omega t plus pi plus etc. നമ്മൾ ആ സൈൻ ടേമിൻ്റെ കൂടെ ഒരു പൈ ചേർത്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വരും, 180 ഡിഗ്രി ഫേസ് റിവേഴ്സൽ വരും. അതാണ് പൈയുടെ പ്രത്യേകത. അപ്പോൾ IC1ൻ്റെ ആദ്യത്തെ ഇക്വേഷൻ, IC2ൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്ന് പുഷ് കറണ്ട് ആണെങ്കിൽ രണ്ടാമത്തെ പുൾ കറണ്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ് എ അല്ലെങ്കിൽ ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ കേസാണ്. ക്ലാസ് എ ബി അല്ലെങ്കിൽ ക്ലാസ് എ പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ കേസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്ലാസ് ബിക്ക് ആണെങ്കിൽ IC2 0 ആയിരിക്കും, ഈ ക്ലാസ് ബിക്കാണ്. ഇത് ക്ലാസ് എയുടെ കാര്യം നമ്മൾ പറയുകയാണ്. ക്ലാസ് എയുടെ അല്ലെങ്കിൽ ക്ലാസ് എ ബിയുടെ കാര്യം പറയുകയാണ്. IC1 IC2 ഉണ്ട്. അപ്പോൾ നെറ്റ് കറണ്ട് IC1 മൈനസ് IC2 ആയിരിക്കും. നെറ്റ് കറണ്ട് IC1 മൈനസ് IC2 ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. മറ്റേ ക്ലാസ് ബി ആണെങ്കിൽ IC2 0 എന്ന് എടുക്കുന്നു നമ്മൾ ഓരോ കേസിൽ. അപ്പോൾ ഈ സൈൻ ഒമേഗ ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മൈനസ് സൈൻ ഒമേഗ ടി ആണ്. സൈൻ ഒമേഗ ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ IC2വിനെ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്യാം. IC2വിനെ എങ്ങനെ? IC2 ഈസ് A0 മൈനസ് ആ ഒമേഗ ടി പ്ലസ് പൈ മൈനസ് സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ മൈനസ് A1 സൈൻ ഒമേഗ ടി. ഇനി 2π വരുന്ന കേസിൽ അത് പ്ലസ് തന്നെ, കാരണം 2π 360 ആണ്. സൈൻ വാല്യൂവിന് മാറ്റവും വരില്ല. അപ്പോൾ A2 സൈൻ 2 ഒമേഗ ടി എന്ന് എഴുതിയാൽ മതി. പിന്നെ അടുത്തത് 3π വരുമ്പോൾ വീണ്ടും ഒരു മൈനസ് സൈനും വരും, മൈനസ് A3 സൈൻ ഒമേഗ ടി പ്ലസ് എക്സെട്ര. അപ്പോൾ IC2വിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആ പൈ എന്നുള്ളത് സൈൻ്റെ കൂടെ കൺവേർട്ട് ചെയ്ത് മൈനസ് പ്ലസ് എന്ന രീതിയിൽ പോകും. therefore നെറ്റ് കറണ്ട് ഇൻ ദി പ്രൈമറി ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ, നെറ്റ് കറണ്ട് ദാറ്റ് ഇസ് I is equal to IC1 മൈനസ് IC2. ഈ ക്ലാസ് ബി പുഷ് ആണെങ്കിൽ IC2 0 എന്ന് എടുക്കണം കേട്ടോ ഈ കേസിൽ.
ഇവിടെ ക്ലാസ് എ ബി കേസാണ് IC1 മൈനസ് IC2. ദാറ്റ് ഈസ് അവ IC1 മുകളിൽ കാണുന്ന IC1ഉം ഇപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷൻ നമ്പർ 2 IC2 കൂടി കൂട്ടുമ്പോൾ ചില ടൈമെല്ലാം മൈനസ് പ്ലസ് ടൈമെല്ലാം വെട്ടിപ്പോയിട്ട് നമുക്ക് നെറ്റായിട്ട് കിട്ടുന്നത് I=2A1 sin ωt പ്ലസ് 2A3 sin 3ωt പ്ലസ് 2A5 sin 5ωt പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇടയ്ക്കുള്ള ഈ 2ω 4ω പോലെയുള്ള ഈവൻ ഹാർമോണിക്സ്, ഒമേഗയുടെ മൾട്ടിപ്പിളിനെയാണ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഒമേഗ ടേമിൻ്റെ ഒമേഗ ഫ്രീക്വൻസി ടേമാണ്, അതിൻ്റെ മൾട്ടിപ്പിൾസിനാണ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ആ ഹാർമോണിക്സ് നെറ്റ് കണ്ടതിനകത്ത് ആബ്സെൻ്റ് ആകും. I=2A1 sin ωt പ്ലസ് 2A3 sin ωt പ്ലസ് എക്സെട്ര. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ 2ω 4ω 6ω പോലെയുള്ള ടേംസ് എല്ലാം ആബ്സെൻ്റ് ആകും. അതാണ് മീനിങ്. ദാറ്റ് ഈസ് all the even harmonics are eliminated. Therefore, output voltage of the secondary of the output transformer VO proportional I, that is KI. ഈ നെറ്റ് കറണ്ടിന് പ്രപ്പോർഷണലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. നെറ്റ് കറണ്ട് ഐക്ക് അല്ലെങ്കിൽ IC1 മൈനസ് IC2 പ്രപ്പോർഷണലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ VO we write as proportional to I. This will KI. This will K into I യുടെ വാല്യൂ 2A1 sin ωt plus 2A3 sin ωt plus etc. K is taken, 2 is taken out. 2K A1 sin ωt plus A3 sin 3ωt plus etc. Question number 4. And you see in this term there is no 2ω term, 4ω term or even harmonics are absent. That we read like this. This is the output. That's the output, not this. That's the output. Thus the output is free from even harmonics. അതായത് ഒരു പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഈവൻ ഹാർമോണിക്സിൽ നിന്ന് മുക്തമായിരിക്കും. ദ ഡിസ്റ്റോർഷൻ ഡ്യൂ ടു 3ω, distortion due to 3ω and higher harmonics is small. അപ്പോൾ ഒമേഗ 3ω 5ω ടേമുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഈവൻ ഹാർമോണിക്സ് എല്ലാം ആബ്സെൻ്റ് ആകും. എന്നാൽ ഈ ഹയർ ഫ്രീക്വൻസിയായ 3ω 5ω പോലെയുള്ള ടേംസ്, ദ ഡിസ്റ്റോർഷൻ ഡ്യൂ ടു 3ω and higher harmonics is small. Therefore, total distortion is very small. That's the meaning. That is, output of push pull amplifier is free from even harmonics and distortion is reduced. And one more question. This is a general question. Once asked, that is repeated here. ഇത്തരം ചില ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ സിമ്പിളായിട്ട് തോന്നും, ചിലപ്പോൾ ചിലർക്ക് എഴുതാൻ പറ്റാതെ വരും. അപ്പം അത്തരൊരു ക്വസ്റ്റ്യനാണിത്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, പക്ഷേ അത് ഹൗ ടു ആൻസർ എന്നുള്ളൊരു ഡിഫിക്കൽട്ടി ചിലർക്ക് തോന്നാം. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദ ബിഹേവിയർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് 2 ഡയോഡ്സ് കണക്റ്റഡ് ബാക്ക് ടു ബാക്ക്. കമൻറ്റ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ക്വസ്റ്റ്യൻ. The behavior of a transistor is different from that of 2 diodes connected back to back. Comment on the statement. അതായത് ഒരു NPN ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്റർ നമ്മൾ എടുക്കുക. NPN ആണെങ്കിൽ NP ഡയോഡും PN ഡയോഡും കൂടി ചേർത്ത് ഒന്നിന് പുറകെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തായിട്ട് വിചാരിക്കാൻ വേണമെങ്കിൽ ഒരു NPN ട്രാൻസിസ്റ്ററിനെ ഒരു NP ഡയോഡും ഒരു PN ഡയോഡും കൂട്ടി യോജിപ്പിച്ചതായിട്ട് പറയാം. P കോമൺ ആയിട്ട് വരും ആ ബേസ് പോർഷൻ. അപ്പം അങ്ങനെ വിചാരിക്കാമെങ്കിലും ഈ ട്രാൻസിസ്റ്ററിൻ്റെ പ്രവർത്തനം 2 ഡയോഡ്സിൻ്റെ പ്രവർത്തനം പോലെ അല്ല എന്ന് പറയുകയാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ അതിൻ്റെ കാരണം ഒരു കമൻറ്റ് അതിന് കൊടുക്കണം. ദ ബിഹേവിയർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് 2 ഡയോഡ്സ് കണക്റ്റഡ്
back to back? Explain. That's the question. And the answer is, an NPN transistor may be looked upon as an NB diode in series with a PN diode. ഒരു NB ഡയോഡും ഒരു PN ഡയോഡും കൂടി ചേർത്തതായിട്ട് NPN ട്രാൻസിസ്റ്ററിനെ കാണാൻ പറ്റും നമുക്ക്. If external potentials are applied, that is, EB junction is forward biased and CB junction is reverse biased. നോർമൽ ട്രാൻസിസ്റ്റർ ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണല്ലോ. എമിറ്റർ ബേസ് ജംഗ്ഷൻ emitter base junction is forward biased and collector base junction is reverse biased എന്നാണല്ലോ പഠിക്കുന്നത്. If external potentials are applied, that is EB junction is forward biased. EB means emitter base junction is forward biased and collector base junction is reverse biased. These voltages appear essentially across the junctions. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ബൈസിങ് പൊട്ടൻഷ്യൽ ആ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് വരും. Hence, forward bias of the EB junction increases. Forward bias of the EB junction increases the emitter base potential VBE, whereas ആ VBE സഫിക്സ് ആയിട്ട് കൊടുക്കുക. BE എന്നുള്ള ആ ഭാഗം സഫിക്സ് ആയിട്ട് കൊടുക്കുക. emitter base potential VBE, whereas reverse bias of the CB junction lowers, LOW ആണ്, lowers the collector base potential. അപ്പോൾ EB ജംഗ്ഷനിലെ ഫോർവേഡ് ബയസ് ഇൻക്രീസസ് എമിറ്റർ ബേസ് പൊട്ടൻഷ്യൽ VBE, whereas reverse bias of the CB junction lowers, lowers the collector base potential. So the behavior of a transistor is different from that of two diodes. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബിഹേവിയർ, അതിൻ്റെ പ്രവർത്തന രീതി രണ്ട് ഡയോഡ് ബാക്ക് ടു ബാക്ക് പിടിപ്പിച്ചാൽ ഉള്ള പ്രവർത്തന രീതിക്ക് സമാനമല്ല. അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. That is all with your 40th lecture. This is a very small class. We continue our class with the next chapter, next unit, feedback circuits and oscillators. That is the 5th unit that we start in the next class. Thank you very much.